ഇതിനോടകം ആരംഭിച്ചു. അതുകൂടാതെ തിരക്കുള്ള സ്ഥലങ്ങളിൽ മഫ്തി പോലീസിനെയും വിന്യസിക്കും. ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ കർശനമായ പരിശോധനയും ശക്തിപ്പെടുത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഈ പുതുവർഷത്തിൽ മറൈൻ ഡ്രൈവ് കൂടുതൽ തിളങ്ങും. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മറൈൻ ഡ്രൈവിൽ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് സാക്ഷികളാവാം. പുതുവർഷാഘോഷങ്ങൾക്കായി കൊച്ചിയിലെ ഓരോ പ്രദേശവും തയ്യാറെടുക്കുകയാണ്. ഒരുക്കങ്ങളുടെ ഭാഗമായി നഗരസഭയും ടൂറിസം വകുപ്പും ചേർന്നാണ് മറൈൻ ഡ്രൈവിൽ ദീപാലങ്കാരങ്ങൾ ഒരുക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പുതുവർഷം പ്രകാശഭരിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജനങ്ങളുടെ സാഹോദര്യത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസം പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നാടിന്റെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയും മതസാഹോദര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാനുള്ള പരിപാടികളും പദ്ധതികളും ടൂറിസം വകുപ്പ് പൊതുവെ അറിയിച്ചിരിക്കുകയാണ്. ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് കോവിഡിന് ശേഷം ഓരോ ഇടങ്ങളിലും സർക്കാരുകളുടെ ഇടപെടലിന്റെ ഭാഗമായി വികസിച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കുറിച്ച് പഠിച്ചു ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ഒരു പ്രദേശം മാത്രമാണ് ആ പട്ടികയിൽ ഇടം കണ്ടെത്തിയത്. ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ന്യൂയോർക്ക് ടൈംസ് തെരഞ്ഞെടുത്തതിൽ ആ പ്രദേശം നമ്മുടെ കേരളമാണ് എന്നുള്ളത് സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കനകക്കുന്ന് മാതൃകയിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായാണ് ടൂറിസം വകുപ്പ് ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്.